ഹായ് കൂട്ടുകാരെ, അങ്ങനെ ഞാനിന്ന് എൻ്റെ പുര പോന്ന നോമ്പ് തുറക്കാൻ ഞാനും ചില്ലിപ്പിളിറ്റീസ് എല്ലാം ഉണ്ടാ ഭയങ്കര കാഴ്ച കാണലാണ്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ അങ്ങനെ പോകാൻ നല്ല രസമുണ്ടാവും. നമ്മളെ ഭാഗത്തെല്ലാം എത്തിയ കാണാനും. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ കയറി കേട്ടോ ഇക്ക. അപ്പോൾ പോകുന്ന വഴിക്ക് ഫ്രൂട്ട്സും വാങ്ങി അതും കഴിഞ്ഞിട്ട് പോവാം. അപ്പം ഞാനിങ്ങനെ സ്ട്രോബെറി ഉണ്ടായിരുന്നു. പിന്നെ സ്ട്രോബെറി വേണമെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ അങ്ങനെ മക്കളത് പറയുന്ന ഞങ്ങളങ്ങനെ ഏകദേശം ഇങ്ങനെ വീടിൻ്റെ അടുത്തെത്താറായിട്ടില്ല. ഇങ്ങനെ മാനന്തവാടി റൂട്ടിൽ കൂടെ എത്തി. ഞങ്ങൾ തലപ്പോയ എത്താറായി. അപ്പോൾ തലപ്പോയിൽ ഇങ്ങനെ നല്ല ഭംഗിയാട്ടോ പകലിൽ നിന്ന് കാണാൻ സീനറി. നല്ല ഫുൾ പച്ചപ്പിരിക്കും, തോട്ടവും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ടേ. അപ്പം അങ്ങനെ ലൈറ്റായിട്ട് ഒന്ന് വീഡിയോ എടുത്തു. ഇവിടെ ഒരു മക്കാമുണ്ട് കുറച്ച് കഴിഞ്ഞ് പോയാൽ. പിന്നെ വണ്ടിയിലിരുന്ന് നല്ല അടിപൊളി കാറ്റാട്ടോ. നല്ല അങ്ങനെ കാറ്റെല്ലാം കൊണ്ട് സുഖമായിട്ട് പോവാന്ന് പറയാം. ഓട്ടോറിക്ഷയിലിരുന്ന് പോകുന്നത്. പിന്നെ ഒരു 44 മക്കാമും ഉണ്ട്. അവിടെ പള്ളിയിൽ ഇറങ്ങി അച്ചുക്ക നിസ്കരിക്കാൻ പോയി. അതുവരെ ഞങ്ങളവിടെ മക്കാമിൻ്റെ അടുത്ത് അങ്ങനെ ഇരുന്നു. പിന്നെ അങ്ങനെ ഏകദേശം വീടെത്തിട്ടോ. ഞങ്ങളെ കുഞ്ഞ് വീടല്ല കേട്ടോ, വലിയ സെറ്റപ്പൊന്നുമല്ല. അപ്പം വീട്ടിലെത്തി. അങ്ങനെ ഉമ്മ ഉണ്ട്, ഭയങ്കര തകർത്തിയായിട്ട് പണിയില്ല. ഞാൻ വരുമ്പോൾ തന്നെ ഉമ്മ പയറെല്ലാം പൊരിക്കുന്ന. ഞാനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. ബാക്കി ഉമ്മ എല്ലാം എടുത്തിരുന്നു പാവം. പിന്നെ ഉമ്മാൻ്റെ വക ബിരിയാണിക്കുള്ളത് റൈസെല്ലാം ഇങ്ങനെ കുക്കായി വരുന്നു. പിന്നെ ബീഫ് വരട്ടിയതുണ്ട്. പിന്നെ അതിൻ്റെ ബിരിയാണീൻ്റെ മസാല, കുഞ്ഞിപ്പത്തില്, അങ്ങനെ ബീഫ് ഇതാ വരട്ടിയത്. ഞാൻ ഫ്രൂട്ട്സെല്ലാം ഞാൻ മുറിച്ചേക്കാന്ന് വിചാരിച്ചു. ബത്തക ഞാൻ ഇങ്ങനെ മുറിച്ചപ്പത്തിന് മക്കൾക്ക് വേണ്ടി വന്നു. പിന്നെ മക്കൾക്കെല്ലാം കൊടുത്തു. പിന്നെ കുറച്ച് ആപ്പിളും മുന്തിരിയും ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത്, വലിയ അലങ്കാരത്തിലൊന്നും വെച്ചിട്ടില്ല, ഇങ്ങനെല്ലാം അങ്ങ് കട്ട് ചെയ്ത് അങ്ങ് വെച്ചതാ. പിന്നെ പഴംപൊരിയും ഇതെല്ലാം അങ്ങനെ ഓരോന്ന് ഉള്ളിവട ഉണ്ടാക്കി കുറച്ച് ഞങ്ങൾ. അപ്പം മൂത്തും അപ്പുറത്ത് പൈനാപ്പിളെല്ലാം മുറിച്ചിരുന്ന ജ്യൂസ് അടിച്ചോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനിങ്ങനെ മുറിക്കുമ്പോൾ ഓരോരുത്തർ വരുന്നുണ്ട് ഓരോ സാധനത്തിന്. പിന്നെ ഉള്ളിവടക്ക് മുറിച്ചിട്ട് കൊടുത്തു. പിന്നെ ഉമ്മ തന്നെ അതും പൊരിച്ചെന്നത്. അപ്പോൾ ഉമ്മ അങ്ങനെ പൊരിച്ചെന്നെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മറ്റേ കല്ലുമ്മക്കായ ഉണ്ടായി. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും ഒരു 3 കടിയും ഒരു 2 തരം ഫ്രൂട്ട്സും ഒരു ജ്യൂസും ഇതെല്ലാമായിരുന്നു ഇന്ന് ഞങ്ങളെ നോമ്പ് തുറക്കുണ്ടായത്. അപ്പം ചെറുതായിട്ട് വീഡിയോ എടുത്തു. നോമ്പ് തുറക്കുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചു. പൈനാപ്പിൾ അടിച്ചു കൊണ്ടുവച്ചു. ഈത്തപ്പഴം, കാരക്ക രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുപോയി വെച്ചു കൊടുത്തു. അപ്പോൾ എല്ലാം വെച്ചു.